അൽ ഖ്വയ്ദ ഐസിസ് സംഘടനകളുടെ നേതൃത്വം വഹിച്ചിരുന്ന ഇപ്പോൾ സിറിയയുടെ പ്രസിഡന്റായി അധികാരമേറ്റ അഹമ്മദ് അൽ ഷുറായെ അഭിനന്ദിച്ചും പ്രശംസിച്ചും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. യുവാവ്, ആകർഷണീയതയുള്ളയാൾ, വളരെ കരുത്തുള്ള വ്യക്തി തുടങ്ങിയ വാക്കുകളിലൂടെയാണ് ട്രംപ് അൽ ഷുറായെ അഭിനന്ദിച്ചത്. പ്രശംസയ്ക്ക് പിന്നാലെ US സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ഒരു പഴയ വീഡിയോ ആണ്. 2001 സെപ്റ്റംബർ 11 US-നെയും ലോകത്തെയും ഞെട്ടിച്ച വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് പറന്ന് കയറിയ വിമാനങ്ങളുടെ വീഡിയോ ആയിരുന്നു അത് എന്ന് കരുതിയെങ്കിൽ തെറ്റി അല്ല. അൽ ഖ്വയ്ദ ഭീകരർ US-ന് നൽകിയ ഏറ്റവും വലിയ തിരിച്ചടിയുടെ വീഡിയോ ആയിരുന്നില്ല അത്. ആ തീവ്രവാദി ആക്രമണങ്ങളിൽ വിവിധ രാജ്യങ്ങളിലെ 3000-ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഈ ആക്രമണത്തെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് അഹമ്മദ് അൽ ഷൂറ പറയുന്ന മറുപടിയാണ് US സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. US പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് ഏജൻസി ആയിട്ടുള്ള PBS 2021 അഹമ്മദ് അൽ ഷൂറയുമായി നടത്തിയ അഭിമുഖത്തിലാണ് ഇത് സംബന്ധിച്ച ചോദ്യവും അതിന് അഹമ്മദ് അൽ ഷൂറ നൽകുന്ന മറുപടിയും ഉണ്ടായിരുന്നത്. ഈ ക്ലിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. ദിലിമാൻ അബ്ദുൽ ഖാദർ എന്ന എക്സ് അക്കൗണ്ടിൽ നിന്നാണ് വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത്. 9/11 ആക്രമണത്തെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, അനുഭവിക്കുന്നത് എന്നായിരുന്നു ചോദ്യം. അതിന് അഹമ്മദ് അൽ ഷൂറ നൽകിയ മറുപടി, ഇസ്ലാമികമോ അല്ലെങ്കിൽ അറബ് ലോകത്തോ ഉള്ള ആരും ഇതിനെക്കുറിച്ച് സന്തുഷ്ടനല്ല എന്ന് പറഞ്ഞാൽ അത് വ്യാജമാണ് എന്നായിരുന്നു വീഡിയോ. ഇതിനോടകം തന്നെ 10 ലക്ഷത്തിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞ വീഡിയോ ആണത്. അഹമ്മദ് അൽ ഷൂറയുടെ മറുപടി നിരവധി US-കാരെയാണ് അസ്വസ്ഥമാക്കിയത് എന്നാണ് കുറിപ്പുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ആരെയൊക്കെയാണ് ട്രംപ് കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്? US-നെ തകർക്കാൻ ശ്രമിച്ച വീണ്ടും ശ്രമിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ച് ട്രംപ് എന്ത് നവോത്ഥാനമാണ് അമേരിക്കയിൽ ഉദ്ദേശിക്കുന്നത് എന്നാണ് ജനങ്ങൾ തന്നെ ചോദിക്കുന്ന ചോദ്യം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ സ്വയം പ്രഖ്യാപിത മധ്യസ്ഥനായി അവതരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉദ്ദേശശുദ്ധി എത്രത്തോളം ഉണ്ട് എന്നതൊക്കെ ഇതിനോടകം തന്നെ ഇന്ത്യക്ക് അറിയാം. ഇതൊക്കെ പുറത്തു വന്ന വസ്തുതകൾ തന്നെയാണ്. പാകിസ്ഥാനുമായിട്ടുള്ള സാമ്പത്തിക കടപ്പാടുകളുടെയും സ്വന്തം പോക്കറ്റ് നിറയ്ക്കുന്ന കുടുംബ ബിസിനസ്സുകളുടെയും തെളിവ് സഹിതമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം അതെടുത്ത് പുറത്തിട്ടത്. ഇന്ത്യക്കൊപ്പമാണ് എന്ന് ഇന്ത്യയെ വിശ്വസിപ്പിക്കാൻ ശ്രമം നടത്തുകയും എന്നാൽ പിൻവാതിലിൽ പാകിസ്ഥാനും കൂട്ടർക്കും വിരുന്നൊരുക്കുകയും ചെയ്യുന്ന ട്രംപിന്റെ ഇരട്ടത്താപ്പ് നന്നായി അറിയുന്ന ഇന്ത്യ, അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ കാര്യം നോക്കാൻ ഇന്ത്യക്ക് അറിയാം എന്ന നിലപാടെടുത്തതും ട്രംപിന്റെ മധ്യസ്ഥ ആരോപണങ്ങളെ കുഴിച്ചു മൂടിയതും. ഇന്ത്യക്കെതിരെ പ്രത്യക്ഷമായി തന്നെ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാൻ ഇപ്പോൾ ട്രംപിനെ കുറിച്ച് നടത്തിയിരിക്കുന്നത് സുപ്രധാനമായിട്ടുള്ള വെളിപ്പെടുത്തലാണ്. ട്രംപിന്റെ ഇരട്ടത്താപ്പ് നയത്തെ ഊട്ടി ഉറപ്പിക്കുകയാണ് ഇപ്പോൾ റജബ് തൊയ്യിബ് എർദോഗാൻ. പ്രസിഡന്റ് ട്രംപിന്റെ കൂടുതൽ തുറന്നതും കൂടുതൽ ക്രിയാത്മകവുമായ സമീപനം കാരണം തുർക്കി പ്രതിരോധ മേഖലയിലേക്ക് അതിന്റെ മേലുള്ള അമേരിക്കയുടെ CAA TSA ഉൾപ്പെടെയുള്ള ഉപരോധങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്യുമെന്ന് താൻ വിശ്വസിക്കുന്നു എന്നാണ് എർദോഗാൻ പ്രസ്താവിച്ചത്. പലപ്പോഴും നേരിട്ടൊതുക്കാൻ കഴിയാത്ത ശക്തരായിട്ടുള്ള എതിരാളികളെ ഉപരോധങ്ങളിലൂടെ പ്രതിരോധത്തിലാക്കാനാണ് അമേരിക്ക ശ്രമം നടത്തിയിട്ടുള്ളത് ഇതുവരെ. ട്രംപിന്റെ ആദ്യകാലത്തും പിന്നീട് ബൈഡൻ വന്നപ്പോഴുമൊക്കെ റഷ്യക്കെതിരെ ചുമത്തിയ ഉപരോധ പരമ്പരകൾ അതിന് തെളിവാണ്. അത്തരത്തിൽ ഇറാൻ, ഉത്തര കൊറിയ, റഷ്യ എന്നീ രാജ്യങ്ങൾക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ് ഫെഡറൽ നിയമമാണ് കൗണ്ടറിംഗ് അമേരിക്കൻസ് അഡ്വർസറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട് അഥവാ CAA TSA. തങ്ങളുടെ എതിരാളികൾക്കെതിരായിട്ടുള്ള ശിക്ഷാ നടപടിയായിട്ടാണ് അമേരിക്ക ഈ നിയമത്തെ സൃഷ്ടിച്ചെടുത്തത്. അമേരിക്കയുടെ സുരക്ഷയെ മുൻനിർത്തി തന്റെ ആദ്യ ഭരണകാലത്ത് 2017 ഓഗസ്റ്റ് 2 ട്രംപ് ഇതിൽ ഒപ്പുവെക്കുന്നത്. ഇത് പ്രകാരം റഷ്യയിൽ നിന്ന് S-400 മിസൈൽ സംവിധാനം വാങ്ങിയതിന് ട്രംപ് ഭരണകൂടം തുർക്കിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. CAA TSA നിയമപ്രകാരം
ഇറാൻ, ഉത്തര കൊറിയ, റഷ്യ എന്നിവയുമായി കാര്യമായ ഇടപാടുകൾ നടത്തുന്ന ഏതൊരു രാജ്യത്തിനും അമേരിക്കൻ സർക്കാരിന് ഉപരോധം ഏർപ്പെടുത്താൻ കഴിയുമായിരുന്നു. എന്നാൽ തന്റെ രണ്ടാം വരവിൽ അടവും നയവും മാറ്റിച്ചവിട്ടി അമേരിക്ക ഇപ്പോൾ റഷ്യയെ കൂടെ നിർത്താനുള്ള വ്യഗ്രതയിലാണ്. അൽബേനിയയിൽ നിന്നും മടങ്ങുന്ന വിമാനയാത്രക്കിടയിൽ തുർക്കിയിലേക്ക് മിസൈൽ വിൽപ്പനയ്ക്ക് അമേരിക്ക ഇളവ് നൽകിയതായിട്ട് എർദോഗാൻ വെളിപ്പെടുത്തി മുന്നോട്ട് വന്നിരുന്നു. അമേരിക്കൻ അംബാസഡർമാരും ഈ വിഷയം ചർച്ച ചെയ്തതായി എർദോഗാൻ തന്നെ സൂചിപ്പിച്ചപ്പോൾ ട്രംപിനെ ഒരു സുഹൃത്ത് എന്നാണ് എർദോഗാൻ വിശേഷിപ്പിച്ചത് എന്നും കാണാം. എന്റെ സുഹൃത്ത് ട്രംപ് അധികാരമേറ്റതോടുകൂടി ഞങ്ങൾ കൂടുതൽ തുറന്നതും കൂടുതൽ സത്യസന്ധവുമായ ആശയവിനിമയത്തിന്റെ ഒരു ഘട്ടത്തിലെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. നേറ്റോ അംഗമായിരുന്നിട്ടും റഷ്യയിൽ നിന്ന് S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിയതിനുള്ള ശിക്ഷയായി 2020 തുർക്കിക്കെതിരെ അമേരിക്ക CAA-TSA ഉപരോധം ഏർപ്പെടുത്തിയത് എന്നോർക്കണം. S-400 വാങ്ങിയതിന്റെ പേരിൽ തുർക്കിയെ F-35 പ്രോഗ്രാമിൽ നിന്നും അമേരിക്ക ഒഴിവാക്കുകയായിരുന്നു. ഇതോടെ അടുത്തിടെ കണ്ടെത്തിയ ക്രിപ്റ്റോ കറൻസി സംരംഭത്തിനും അപ്പുറം ആഴത്തിലുള്ളതാണ് ട്രംപിന് പാകിസ്ഥാനോടുള്ള താല്പര്യം എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇത് എത്രയോ നേരത്തെ തന്നെ നരേന്ദ്രമോദി മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഇത് രണ്ട് രാജ്യങ്ങളുടെ പ്രശ്നമാണ്, ഒരു മധ്യസ്ഥന്റെയും ആവശ്യമില്ല എന്ന് ഇന്ത്യ പറയാൻ കാരണം. പാകിസ്ഥാന്റെ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും തീവ്രവാദി ആക്രമണങ്ങൾക്കെതിരെ പൊതുവെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ട്രംപിന്റെ മൗനത്തിനൊപ്പം ഉയർന്നത് മറ്റൊരു പേരായിരുന്നു, ജെൻട്രി തോമസ് ബീച്ച്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, തുർക്കി എന്നിവ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട നിക്ഷേപ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ബീച്ച് പെട്ടെന്ന് മാറി എന്നാണ് ദി ഇക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന് പിന്നിലും ട്രംപ് തന്നെയാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ്. സാമാന്യ ബുദ്ധിയിൽ നിന്ന് ചിന്തിച്ചാൽ പോലും പിടികിട്ടും ഇത്. ട്രംപ് അധികാരമേറ്റ് 10 ദിവസത്തിന് ശേഷം ട്രംപിന്റെ ആൾ എന്ന് അവകാശപ്പെട്ട് ബീച്ച് പാകിസ്ഥാനിലെത്തിയിരുന്നു. വൈറ്റ് ബ്രിഡ്ജ് ഗ്ലോബൽ എന്ന കമ്പനിയുടെ കീഴിൽ നിക്ഷേപകരുടെ ഒരു സംഘത്തോടൊപ്പമായിരുന്നു സന്ദർശനം. പാകിസ്ഥാനിലെ അപൂർവ ഭൂമിധാതുക്കൾ, എണ്ണ, വാതകം, റിയൽ എസ്റ്റേറ്റ് എന്നിങ്ങനെ പര്യവേക്ഷണ സാധ്യതയെക്കുറിച്ചും ട്രംപിനെ ബോധ്യപ്പെടുത്താൻ ബീച്ചിന് ഈ യാത്ര ഗുണകരമായി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെയാണ് പാകിസ്ഥാനിൽ ധനകാര്യ, വിദേശകാര്യ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന ക്യാബിനറ്റ് പ്രവർത്തകരുടെ സാന്നിധ്യത്തിലും ഫെബ്രുവരി 11 ലോക ഗവൺമെന്റുകളുടെ ഉച്ചകോടിയോടനുബന്ധിച്ച് ദുബൈയിലും നടന്ന ഈ സന്ദർശനത്തിന് മുന്നിലുണ്ടായിരുന്നത്. വിദേശ പ്രമുഖർക്കൊപ്പം രാഷ്ട്രതലവന്മാർക്കിടയിലും ബീച്ച് അപരിചിതമായിട്ടുള്ള ഒരു മുഖമായിരുന്നിട്ടുകൂടി ഷെരീഫ് അവരുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ ചിത്രങ്ങൾ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഷഹബാസ് ഷെരീഫിനെ കണ്ട് ശക്തമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല, അമേരിക്ക എക്കാലത്തും പാകിസ്ഥാനെ സംരക്ഷിക്കുന്നു എന്നും ആദ്യ പരിഗണന പാകിസ്ഥാന് നൽകുന്നു എന്നും ഉറപ്പും ബീച്ച് നൽകി. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കണ്ടതിന് തൊട്ടടുത്ത ദിവസം ബീച്ച് ബംഗ്ലാദേശിന്റെ മുഹമ്മദ് യൂനിസിനെ കണ്ടുമുട്ടുന്നു. ബംഗ്ലാദേശിന് എണ്ണ, വാതക പര്യവേക്ഷണ ബിസിനസ്സുകളില്, അതുപോലെ എയ്റോസ്പേസ്, പ്രതിരോധം, റിയൽ എസ്റ്റേറ്റ് എന്നിവയിലൊക്കെ വൻതോതിലുള്ള നിക്ഷേപം കൊണ്ടുവരുമെന്നായിരുന്നു വാഗ്ദാനം. 2016 ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയിട്ടുള്ള പ്രചാരണ ഫണ്ടിങ്ങിൽ ദശലക്ഷക്കണക്കിന് ഡോളർ സമാഹരിക്കാൻ ട്രംപ് ജൂനിയറിന്റെ സുഹൃത്ത് എങ്ങനെ സഹായിച്ചു എന്ന് 2018 ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവഴിയാണ് ദേശീയ സുരക്ഷാ കൗൺസിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ട്രംപിന്റെ ഉന്നത ഭരണകൂട ഉദ്യോഗസ്ഥരിലേക്ക് പ്രവേശനം നേടാൻ ബീച്ചിന് കഴിഞ്ഞത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദുബൈയിൽ എണ്ണ ഖനനം എന്നീ മേഖലകളിൽ സംയുക്തമായ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി തുർക്കി ഗ്രൂപ്പായിട്ടുള്ള ടെറ ഹോൾഡിംഗുമായി ഏപ്രിൽ 17 ബീച്ച് ഒരു കരാർ ഒപ്പിടുകയായിരുന്നു. 3 രാജ്യങ്ങളിലും ട്രംപിന്റെ അടുത്ത ആളായി നിന്ന് വമ്പൻ ഡീലുകൾ ബീച്ച് നടത്തി. കറാച്ചിയുടെയും ഇസ്ലാമാബാദിന്റെയും ആകാശം നിർമ്മിച്ചതിന് ബീച്ച് കോടിക്കണക്കിന് ഡോളർ നിക്ഷേപം വാഗ്ദാനം ചെയ്തു. വൈറ്റ് ബ്രിഡ്ജ് റിയൽ എസ്റ്റേറ്റ് വഴി സിന്ധു നദിക്കടുത്തുള്ള പ്ലേസർ സ്വർണ്ണ നിക്ഷേപം പര്യവേക്ഷണം ചെയ്യുന്നതിനായി അപെക്സ് എനർജിയുമായി കരാറിൽ ഒപ്പുവെച്ചു. പ്രാദേശിക കണക്കുകൾ അനുസരിച്ച് ഇത് ഏകദേശം $50 ട്രില്യൺ ഇടപാടാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പതിവിന് വിപരീതമായി അടുത്തിടെ ബംഗ്ലാദേശിലെ നേതാക്കളിൽ നിന്നും ഇന്ത്യക്കെതിരെ ഉയർന്ന നിലപാടുകളും
തുർക്കിയുടെ പാകിസ്ഥാൻ ചായ്വും എല്ലാം ബീച്ചിന്റെ ഇടപെടലായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇന്ത്യയിലെ നയതന്ത്ര വിദഗ്ധർ കൂട്ടി വായിക്കുന്നത്.